അത് ആ ചോദ്യം നേരിട്ട് ചെന്നതിന് ഉത്തരവാദികളായ നമ്മുടെ സംവിധാനങ്ങൾക്കെതിരെയാണ്. അത് ആരോഗ്യവകുപ്പ് തന്നെയാണ് സ്വാഭാവികമായിട്ടും അതിന് ഉത്തരം പറയേണ്ടത്. മെഡിക്കൽ കോളേജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കം, കോഴിക്കോട്, തൃശ്ശൂരൊക്കെ അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതാണ്. പലപ്പോഴും അതിന് താങ്ങാവുന്നതിൽ അധികം ആളുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു മോശം കെട്ടിടം, അത് തകർന്നു വീഴാൻ എപ്പോഴും സാധ്യതയുള്ള ഒരു കെട്ടിടത്തിൽ വീണ്ടും ആളുകളെ പ്രവേശിപ്പിക്കുക, അതിൻ്റെ ശുചിമുറിയടക്കം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുത്, ഇങ്ങോട്ടേക്ക് പ്രവേശിക്കരുത് എന്നൊരു ബോർഡ് പോലും വെക്കാതെ അത് ജനങ്ങളുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുത്ത അവസാനം അത് ഇടിഞ്ഞു വീണ് ഒരു മനുഷ്യൻ മരിക്കുന്ന അവസ്ഥയിലേക്ക് വി.ഡി. സതീഷിനോട് ആളുകൾ പരാതി പറയുക. അതിനെ പ്രതീക്ഷിച്ചിരിക്കും. അതുകൊണ്ട് മാന്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഇവരോടൊപ്പം ഈ വീട്ടുകാരോടൊപ്പം കാണുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. നാട്ടുകാരുടെ ഒരു പിന്തുണ ആളുകൾ അറിയിക്കുകയാണ്. അതിനുവേണ്ടി തക്കതായ നടപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരിക്കുന്നവരെ ഇതിന്റെ പോലെ ഞാൻ ചോദിച്ചത് അങ്ങനെ വൈകാരികമായി തന്നെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നേരത്തെ നമ്മൾ ബന്ധുക്കളുടെയും ഒക്കെ അവരൊക്കെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പിന്തുണ, കരുതൽ, അത് ആണ് ഇനി നമ്മുടെ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. സംഭവിച്ചതിന് അല്ലെങ്കിൽ ആ ജീവന് നമുക്ക് കൃത്യമായി പകരം നൽകാൻ കഴിയില്ല. പക്ഷേ ആ ജീവൻ നഷ്ടമായപ്പോൾ ഒരു കുടുംബം അകപ്പെട്ടുപോയ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാൻ എങ്ങനെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മണിക്കൂറുകൾ പക്ഷേ ഇത്രയായിട്ടും പ്രതീക്ഷ പകരുന്ന ഒരു ടെലിഫോൺ കോൾ പോലും ആ കുടുംബത്തിലെ അംഗങ്ങളിലേക്ക് എത്തിയിട്ടില്ല.